ഗൈസ് വെൽക്കം ടു ttalks പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണ് ബ്രോ? ഇന്നത്തെ പരിപാടി ഒരു ബൈക്ക് കിട്ടിയിട്ടുണ്ട്, അതിനൊന്ന് പൊളിച്ച് പണിയണം. ആ ബൈക്ക് ഒന്ന് കാണിച്ചു. ചെറിയ റിസ്റ്റോറേഷൻ അല്ലേ, വലുതൊന്നുമില്ല. അങ്ങനൊന്നുമില്ല, ഞായറാഴ്ചയാണ്, പിന്നെ ഓണൊക്കെ അല്ലേ, കട്ട ശോകം പിടിച്ചിരിക്കുന്നു വീട്ടിൽ, ഒരു പണിയുമില്ല. അപ്പോൾ ഹാപ്പി അഡ്വാൻസ് ഓണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിനെ പറ്റിയാണ് ഇന്ന് പരിപാടി. ഇന്ന് കുറച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ, ഒന്ന് ചെയിൻ ഡേറ്റ് ആക്കണം, റിമ്മിനൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണം, ഇഞ്ചനൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. മെയിനായിട്ട് 2 ബോട്ടില് സ്പ്രേ പെയിന്റും ഉണ്ട്, കുറച്ച് വരക്കുന്ന പേപ്പറും ഉണ്ട്. മാത്രമേ നമ്മളെ കയ്യിൽ ഇന്ന് സ്വത്തായിട്ടുള്ളൂ. അപ്പോൾ അതിനെ കൊണ്ട് എന്താ ചെയ്യാൻ നോക്കിയപ്പോൾ ഈ വണ്ടി അങ്ങ് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. പാഷൻ പ്രോ വരെ പൊക്കിയിട്ട് കഷ്ടപ്പെടുന്ന നോക്കിയ പിള്ളേർ മടിയാണ്. സിറാജിന് ഭയങ്കര മടി. അധ്വാനിക്കാന് സിറാജ് കഴിഞ്ഞിട്ടേ ഇതേതാ നമ്മളെ വണ്ടി. അപ്പോൾ നൈസായിട്ട് കുറച്ച് പണിയുണ്ട്. ഇതിനൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണം, ഒന്ന് ഫിനിഷിങ് ആക്കി നല്ലൊരു മൊഞ്ചാക്കിയിട്ട് ഒന്ന് ഇറക്കണം. അതാണ് ഇപ്പോഴത്തെ പരിപാടി. എന്തായാലും ചെയിൻ ക്ലീൻ ആക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സും കാര്യങ്ങളൊക്കെ ഊരാം. അപ്പോൾ നീ മുകളിലത്തെ റൂഫും കാര്യങ്ങളൊക്കെ ഊരും. റൂഫ് എന്ന് പറഞ്ഞാൽ ബോഡിയും കാര്യങ്ങളൊക്കെ ഊരിക്കോ, ഉള്ളിലോട്ട് പെയിന്റ് അടിച്ചേക്കാം, സെറ്റ്. അപ്പോൾ ഓക്കെ, ആയുധങ്ങൾ എടുത്തോ. നീ എന്നാൽ ചെയിൻ ബോക്സ് അയച്ചോ, ഞാൻ കഴിച്ചോളാം. അധ്വാനിക്കടാ. അപ്പോൾ ചെയിൻ എങ്ങനെ അയക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം ചെയിൻ അയക്കാൻ വേണ്ടി ചെയിൻ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് 4 10 നട്ട് ബോൾട്ട് ഉണ്ടാവും. ആ ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ ബോക്സ് ഇടാൻ പറ്റും. 1 2 3 4 10 താടെ കോമ്പിനേഷന്. നീ ഈ അടുത്തായിട്ട് ഭയങ്കര മടിയാവുന്നുണ്ട് പണിയെടുത്ത്. നല്ല സാധനം ഞങ്ങൾക്ക് തരൂലല്ലോ വണ്ടി. ബോക്സ് എടുത്ത് ഓൺ ആയിക്കട്ടെ. അപ്പോൾ ഒരു സാധനം ഊരി വന്നിട്ടുണ്ട്. അപ്പോൾ സീറ്റ് ഊരാം. ഞാൻ സീറ്റ് ഊരട്ടെ. അപ്പോൾ ഇതൊക്കെ സെറ്റപ്പാണ്. ഇപ്പോൾ അവിടെ ഒരു കവർ ഇത് ബോക്സ് എടുക്കണം. ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഞാൻ എടുത്തരാം, നീ കഷ്ടപ്പെടണം. ആ പേരും പറഞ്ഞ പണിയെടുക്കാണ്ടിരിക്കാനല്ലേ. ഞാൻ സീറ്റ് ഊരി. അടുത്ത പരിപാടി എന്താ? അതിലുണ്ട് സിറാജ് അയച്ചു കഴിഞ്ഞിട്ടില്ലേ, ഭയങ്കര സ്ലോ ആണ് നിന്റെ പണി. ഞാൻ കോമ്പിയോടെ അയക്കുന്നു, അവനെ പോലെ ഇതല്ല ബോക്സ്. ഓനക്ക് ഇങ്ങനെ ഇട്ട് തിരിക്കേ വേണം, വേറെ ഒന്നും ചിന്തിക്കണമെന്നില്ല. ഇതൊക്കെ സർവ്വസാധാരണ. ഞാൻ ഫ്ലാറ്റ് ഒക്കെ ഇട്ട് സ്കൂളിൽ വരും. ഞാൻ അയച്ചത് 1, ഞാൻ അയച്ചത് 3. അത് വളരെ ചെറിയൊരു വ്യത്യാസമാണ്. അങ്ങനെ നീ ഇങ്ങനെ കുറ്റവും കുറവും നോക്കി നടന്നു. അതാണ് പണി തീർക്കാൻ നോക്കാം. 1 അയക്കുന്ന സാധനം കൊണ്ട് 3 അയക്കാൻ കഴിയോ? ഭയങ്കര ഞാൻ ഈ സൈഡൊക്കെ അയച്ചിട്ടുണ്ടേ. ബാറ്ററി എല്ലാം അടിപൊളിയാന്ന് തോന്നുന്നില്ല. കുഴപ്പമില്ല. ഒറിയോ ബിസ്ക്കറ്റിൻ്റെ കുടുംബക്കാരനായിട്ട് വരും. ഞാൻ പഠിപ്പിച്ചു തരാം ഏതാ ബ്രാൻഡിന്. ചളിയില്ലതൊക്കെ ഓറിയോന്റെ ഇതായിരിക്കില്ലേ, ക്രീം. ചെറുത് ബോക്സ് അയച്ചു കഴിഞ്ഞാ അപ്പം ബോക്സ് എങ്ങനെ എടുക്കേണ്ടത് കാണിച്ചു തരാം. കയറി നിന്നപ്പത്തേക്ക് ശരിയായ ലൂസാണ്. ചേരെ ലൂസില്ലാത്ത ചെയിൻ ആവേണ്ട പ്രശ്നമല്ല. കണ്ടല്ലേ, ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. മോൾ ഭാഗം ഇങ്ങനെ എടുക്കാം. ചെയിൻ തീരെ ടൈറ്റ് ലൂസ് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമല്ല, നമുക്ക് ടൈറ്റ് ആക്കി എടുക്കാം. എടാ ഒരു ചെറിയ പ്രശ്നമുണ്ട് അട്ടി വണ്ടിക്ക്. ഒരു ഹോളുണ്ട് ചേസിന്. ഗ്യാസ് വെള്ളം തുറന്നിട്ടുണ്ടാവോ? ചാൻസ് ഇല്ല. അപ്പോൾ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അത് മറന്നേക്കാം. ഈ വണ്ടിക്കല് ചെയിൻ ബോക്സ് ഉള്ളതുകൊണ്ട് ചെയിനൊക്കെ അത്യാവശ്യം ക്ലീൻ തന്നെയാണ്, അതുകൊണ്ട് ആ ഒരു സീനില്ല. അപ്പോൾ നമുക്ക് ഇനി ഊരണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഊരണം. ഇത് ഊരിയാൽ നമ്മളെ ചെയിൻ സോക്കറ്റിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡ് കിട്ടും. ഇനി 6 എന്ന് പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തരുത്.
വളരെ പുതിയതാണല്ലോടാ. യെസ് മാൻ, ജസ്റ്റ് ഡെലിവേർഡ് കഴിഞ്ഞ വീക്ക്. അവൻ കഷ്ടം സാധനോടെ എല്ലെങ്കിലും സാധനം പിടിച്ച് തിരിച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുത്ത്. ക്യാഷ് നോക്കിയില്ല, കസ്റ്റം ടീ തന്നെ ഉണ്ടാക്കിയെടുത്ത്. ആ അതിന് വിഷയമുള്ള കാര്യമല്ലല്ലോ, സംഭവം അതിന് കൈമ കിട്ടിയാൽ മതി. അത്രയേ ഉള്ളൂ. ആ അപ്പോൾ അത് നമ്മൾ കൈമ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് സോക്കറ്റ് ഇതാണ് സ്പ്രോക്കറ്റ് കാര്യങ്ങൾ. ഇതൊക്കെ വേണമെങ്കിൽ ഊരി എടുത്തോട്ടെ ഇങ്ങനെ രസത്തിന്. ആ വേണ്ട, അടുന്നോട്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടി? അതിൻ്റെ അവിടെ കുറച്ച് ചളിയുണ്ടല്ലേ, അത് നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യാം അല്ലേ? ഫസ്റ്റ് ഫുള്ളായിട്ട് ഒന്ന് ചെയിൻ ക്ലീൻ ചെയ്യാം. ആദ്യം നമുക്ക് തന്നെ വെള്ളം അടിക്കുക. ഡീസലില്ല, ഡീസലും കാര്യങ്ങളും മിസ്സിങ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ കച്ചറൊന്നും കയറിയിട്ടില്ല, ചെയിൻ ബോക്സ് ഉള്ളതുകൊണ്ട്. അതിൻ്റെ വലിയ ഭാഗ്യം, അത് വലിയ ഭാഗ്യമാണ്. ഗായ്സ് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ അടുത്ത് ടൂൾ ഇല്ലാത്തതുകൊണ്ട് മാത്രം ചെയ്യുന്നതെന്ന്. 24 നമ്മുടെ അടുത്ത് മാക്സിമം ഉള്ളത് 19 മാത്രം, അതിന്റെ മേലില്ല. എന്താണ് നന്നായിക്കൂടെ? 24 വാങ്ങിക്കൂടെ? നീ വാങ്ങിക്കൂടെ? എന്താ പറയുന്നത്? പൈസ സമാധാനിക്ക്, അടുത്ത ഓണത്തിന് ഇറക്കാം. ഫണ്ട് കിട്ടിയില്ലേ, കൊടുക്കടാ. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടൈറ്റ് ആക്കണം. ഒരു 3-4 തിരി ഇവിടെ തിരിക്കുക. എൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് പോവാം. അപ്പുറത്തെ സൈഡിലേക്ക് 19 ആയതുകൊണ്ട് നമ്മളെ കയ്യിൽ സാധനമുണ്ട്. 19 ഉണ്ട്. 19 17 19 തന്നെ. അമ്മേ ഒക്കെ കയറുന്നില്ലടാ. ആ സിറാജ് അപ്പുറം കറങ്ങുന്നുണ്ടാടാ. ഓക്കെ. ആ മോനെ ഇതിൻ്റെ സ്ഥലവും ഇല്ലാടി. ആ ഇതിങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് രാമൻകുട്ടി. നോട്ട് രാമൻകുട്ടി, ദാസൻ. ആ ദാസനെങ്കിൽ ദാസൻ. അതിനുശേഷം ഒരു 3 തിരി ഇപ്പുറം തിരിച്ചു കൊടുക്കാം. ടൈറ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരു 3 തിരി ഇപ്പുറം കൂടി, അതുപോലെ ഒരു 3 തിരി ഇപ്പുറം. അപ്പുറം ഇപ്പുറം മാറ്റി മാറ്റി നോക്കാം അല്ലേ? ആ ഒരു സൈഡ് മാത്രം തിരിച്ചു പോരുത്. ടയർ അലൈൻമെൻറ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ടില്ല, കുറച്ചും കൂടി ടൈറ്റ് ആവാണ്ട്. അപ്പോൾ ഇനി ഒരു 3 തിരിയും കൂടി തിരിക്കാം. 1 2 3. അത്യാവശ്യം ടൈറ്റായി. നോടുത്ത പോയിന്റ് ഒരു സൈഡ് മാത്രം തിരിക്കരുത്, 2 സൈഡും തിരിക്കുക. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. നല്ല ലൂസായിരുന്നു ചെയിന്, അതുകൊണ്ടാണ് ഇത്ര തിരിക്കേണ്ട വന്നത്. ഊരെടുക്കാൻ പറ്റുന്ന പരുവത്തിനുണ്ടായിരുന്നു ലൂസായി. ഒരു തീരും കൂടി ഒരു ചെറിയ ലാഗ് ഇതിനുണ്ടാവും. ഇതൊക്കെ ഇതിന് നോർമലാണ് കേട്ടോ. ഇത്ര എന്തായാലും വേണം, ഇത്ര എന്തായാലും കൊടുക്കണം. ഇല്ലെങ്കിൽ ചെയിൻ ചില സ്ഥലത്തെത്തും ഓവർ ടൈറ്റ് ആയി പോകും. അതുകൊണ്ട് ഇത്ര എന്തായാലും കൊടുക്കണം. ബാക്കി ലൂസ്. ഇത് ശരിക്കും ചെയിൻ ടൈറ്റ് ആണെങ്കിൽ ചെയിൻ ബോക്സ് അയക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ ചെയിൻ ക്ലീൻ ആയി ചെയ്യാമെന്നും കൂടി ഉള്ളൊരു ഇതുണ്ടായതുകൊണ്ട് മാത്രമാണ് ചെയിൻ ബോക്സ് അയച്ചത്. അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ ടൈറ്റ് ആക്കുക. അപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്, ഫുൾ ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെയിൻ്റെ കാര്യത്തിലാക്കിയ സെറ്റ്. ചെയിന് വല്ല കച്ചറൊന്നുമില്ല. അപ്പോൾ ഒന്ന് ചെറുങ്ങനെ ഗ്രീസ് ഇട്ട് കൊടുത്താൽ പരിപാടി തീർന്ന്. ഒന്ന് വേണ്ടി സ്റ്റാർട്ട് ആക്കണം. അറിയില്ല ഇല്ല, ഒന്ന് ഉണങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു. കുറച്ച് തള്ളിക്കോ. അപ്പോൾ അതിന് ചെയിനിൽ വാഷ് ചെയ്ത് ടൈറ്റ് ആക്കി. അപ്പോൾ ഗ്രീസ് ഇടുന്നു. പിന്നെ ഒന്ന് പറയാം, ഈ ചെയിൻ ബോക്സുള്ള വണ്ടിക്ക് ഗ്രീസ് ഇടുന്നത് കുറച്ചും കൂടി നല്ലത്. ബോക്സ് ഇല്ലാത്ത വണ്ടിക്ക് ഗ്രീസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു അനുഭവം. 2 മിനിറ്റ് കൊണ്ട് ഇല്ല പൊടിയെല്ലാം ചെയിനിൽ അടിച്ചങ്ങ് കൂടും. അത്രേ പറയാനല്ലോ. പരമാവധി ഓയിൽ ഒഴിച്ചാൽ അതായിരിക്കും ബെറ്റർ. എന്തിന് ചെയിൻ ലൂബ് യൂസ് ചെയ്യടാ? ആ ചെയിൻ ലൂബ്, സോറി.
ബ്രാൻഡ് സാധനം ഇപ്പൊ കുറെ കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്. ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ പൊതുവെ. നമ്മ പിന്നെ ബ്രാൻഡ് ഇല്ലല്ലോ ഇപ്പൊ. നമുക്ക് എങ്ങനെ ചെലവ് ചുരുക്കാൻ എന്നത് മാത്രമേ ചിന്തയുള്ളൂ, പണി കിട്ടാതെ. ലൂബിന് ഒരു ചെറിയ ബോട്ടിൽ തന്നെ 150 റുപ്യായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പരിപാടി തീർന്നിട്ടുണ്ട്. അപ്പോ ചെയിന്റെ പണിയെല്ലാം തീർന്നു. ഇനി നൈസായിട്ട് ഒന്ന് ഇട്. നീ അല്ലേ നാളെ സ്കൂൾ വായിച്ചിന് തിരിച്ചു കുത്തി കയറ്റ്. നല്ല ആവേശം ഉണ്ടായിരുന്നു ലയിക്കാൻ. മടിയനായിരിക്കുന്നു സിറാജ്. എടാ ഇറങ്ങാട്ട് നീന്താണ്. നീ ബോഡി വരാൻ ഞാൻ താഴെ. ഓക്കെ, ഇത് നോക്കിയ ഒരു സാധനം കണ്ട കഴുകാന്ന് പറഞ്ഞപ്പോ ഒരു പണിയും ഇല്ലാണ്ട് ഓസിക്ക് കഴുകാൻ വേണ്ടി വന്നത്. കഴിക്കോ ഓസിക്ക് എങ്ങനെ കഴുകാന്ന്? പൈപ്പ് എല്ലാം ഓഫാണ്. നെല്ല് തുറന്നിട്ട് ഒറ്റക്കിരുന്ന് ചെയ്തേ. ഞാൻ വയറും കൂടി അയച്ചിടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് അടുത്ത കഴുകേണ്ടതെന്ന് ഓർത്തോണ്ടാ, ഇല്ലെങ്കിൽ അതും കൂടി അയച്ചിട്ടേനെ ഞാൻ. ഈ വീഡിയോ നീ അടിച്ചു തരാ മതി. ഇല്ലെങ്കിൽ ഒറ്റ ഷോട്ട് ഉണ്ടാവില്ല. ഒറ്റ ഷോട്ടായി ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ആയിക്കോളാം ഇന്നത്തെ വീഡിയോ. മനസ്സിൽ അതും പ്ലാൻ ചെയ്തിട്ടാ ഇരിക്കുന്നത്. സുഖമായിട്ട് വീഡിയോയില് കട്ട് ചെയ്ത് ഓഫാക്കാനൊന്നും ഓർത്തിട്ട് എടുത്തോ ഞാനല്ലേ എഡിറ്റ് ചെയ്ത് ഞാൻ കട്ട് ചെയ്തോളൊന്നും അറിയില്ല. ഇന്ന് പെടൂല പാത്രം ഇന്നല്ലേ സുപ്പീരിയർ ഗ്രീസ് കട്ടിങ് എഫക്റ്റ് ഉണ്ടെന്നാണ് ഇവർ കമ്പനിക്കാർ പറയുന്നത്. ഇത് നല്ല വൃത്തി കുറച്ച് കഴിക്കുന്ന പറഞ്ഞാൽ ഇത് പെയിന്റ് അടിക്കാണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വൃത്തി കുറച്ച് കഴിക്കും. ബാക്കിൽ ടയർ നല്ല വൃത്തി കുറക്കണേ. നടക്കൂല. ഇത് നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കണം, എന്നിട്ടാണ് പെയിന്റ് അടിയിലേക്ക് കിടക്കാൻ. ഒന്ന് തുടക്കം വെച്ചിട്ടുണ്ടോ ചിലപ്പോൾ കിടത്ത സാധനം. അപ്പോൾ നമ്മുടെ വണ്ടി ഉണങ്ങി വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ചോറൊക്കെ വയ്ക്ക് വന്ന് അപ്പോൾ നൈസായിട്ട് എനിക്ക് ഉരക്കണമെന്ന് കുറച്ച് തുരുമ്പൊക്കെ കളഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാനുള്ള പരിപാടി. അപ്പോൾ വീഡിയോ മാൻ നമ്മളെ ടഞ്ച് റിട്ടമ്മൽ ഇനി ഉണ്ടാവില്ല, നിർത്തിയിട്ട് വന്ന് ഉരക്കാൻ തുടങ്ങണം കേട്ടോ. സോറി മാൻ. അങ്ങനെ വരരുത്, അങ്ങനെ വരരുത്. അത്യാവശ്യം നല്ല തുരുമ്പൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ ഉരച്ച് കളയണം. അല്ലാണ്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും പുറത്തേക്ക് തന്നെ വരും. അതൊന്ന് ഉരച്ച് വൃത്തിയാക്കി എന്നിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇത് ഫുള്ള് ഒന്ന് പേപ്പറിലിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് പെയിന്റ് അടിച്ചിട്ട് എങ്ങനെയാണ് ടിയാഗോ. അപ്പോൾ ടിയാഗോൻ്റെ വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിയ സ്പ്രേ പെയിന്റ് ഏതാണ്? സൈവ എയറോസോൾ പെയിന്റ്. കുഴപ്പമില്ല, കുറച്ച് വെയിറ്റ് ഉണ്ട്. 400 ml 182 റുപ്യാണ്. 150 റുപ്യ കിട്ടും. ഷെയ്ക്ക് വെൽ ബിഫോർ എന്നാണ്. അപ്പോൾ അങ്ങനെ ഷെയ്ക്ക് ചെയ്യാം. ടിയാഗോന് എടുത്തത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. കാർ റെഡും കൂടി അങ്ങ് ബ്ലാക്ക് ആയി കിട്ടും.
ഇത് സിൽവർ തന്നെ ആയിരിക്കണം, നല്ല കാണാൻ രസമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വണ്ടിൻ്റെ ടയറിൻ്റെ വീലും കൂടി ഒന്ന് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ സെറ്റ്. അപ്പോൾ എമ്പില തുടങ്ങിക്കോ. ഒന്ന് കറക്കി തന്നെ, കറക്കി തരും വേണോ? കറക്കിയ വരട്ടെ. ആ സ്റ്റോപ്പ്. കറക്കിയ. ഓ ഇതാ നോക്കിയ മക്കളെ, സാധനം ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഞാൻ എത്ര കാലം പിടിച്ച് നിൽക്കുമെന്നൊന്നും അറിയില്ല. വെറുതെ ഇരുന്നപ്പോൾ അങ്ങ് ചെയ്തു, മൊത്തമാക്കി നീറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇനി ഇഞ്ചിൻ്റെ പെയിൻ്റൊക്കെ എത്ര കാലം നീട്ടി നിൽക്കുമെന്ന് അറിയില്ല. ബാക്കി സൈഡൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് പെയിൻ്റ് അടിക്കണം. ഇത് സ്റ്റിക്കർ ചെയ്യണം, നാളെ കൊണ്ട് പറ്റും, പൊളിക്കും. അപ്പോൾ ഗായ്സ് വണ്ടി അപ്പോൾ അങ്ങനെ ഫുൾ പെയിൻ്റെല്ലാം അടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അതൊരു നേരിപ്പോയ ഒരു ചിലവത്ത് 250 രൂപ. അത് 2 കുപ്പി വേണ്ട, 1.5 കുപ്പി അല്ലേ? 200 രൂപ 250 രൂപ കൊണ്ട് ഫുൾ സെറ്റപ്പ്. പിന്നെ കുറച്ച് കഷ്ടപ്പെടാം, മനസ്സും കൂടി വേണം. തയ്യാറാണെങ്കിൽ അപ്പൊ ഇതിന് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.